ഓം. ഇനിയും നമ്മൾ ഈ ഭാഗവത ധ്യാനത്തിലൂടെ രാമഹൃദയ തത്വം ബോധിപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ രാമായണം കഥയെ സംക്ഷിപ്തമായിട്ട് ഭാഗവതത്തിൽ അവതരിപ്പിച്ചിട്ട് പറയുകയുണ്ടായി. ആയതിനു ശേഷം നമ്മൾ രാമായണത്തിൽ നിന്നും നമ്മൾ ബോധിക്കേണ്ടതായിരിക്കുന്ന ആശയത്തെ തത്വത്തിന്റെ രൂപത്തിൽ വിശകലനം ചെയ്യുകയും ഉണ്ടായി. ഇനിയിപ്പോ ഇവിടെ നമ്മൾ രാമഹൃദയം എന്നുള്ളൊരു ഭാഗത്തെയാണ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. പൊതുവെ പറയാറുണ്ട്, ശ്രീരാമചന്ദ്രസ്വാമിജിയുടെ ജീവിതവും ശ്രീകൃഷ്ണസ്വാമിജിയുടെ ഉപദേശവും വേണം നമ്മൾ മനുഷ്യർ ഭൂലോകത്തിൽ പ്രായോഗികമാക്കുവാൻ എന്നാണ്. കാരണം രാമന്റെ ജീവിതം രാമനെ മര്യാദാ പുരുഷോത്തമനായിട്ടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ധർമ്മം തന്നെ വിഗ്രഹം പൂണ്ടതാണ് ശ്രീരാമനെന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീരാമചന്ദ്രനാകുന്ന ഭഗവാന്റെ ജീവിത രീതി നമ്മൾ പിന്തുടരണം. ശ്രീകൃഷ്ണന്റെ ജീവിത രീതി നമുക്ക് പിന്തുടരുവാൻ സാധ്യമല്ല. ആയതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ഉപദേശവുമാണ് നമ്മൾ പിന്തുടരേണ്ടതെന്ന് ഈ സന്ദർഭത്തിലൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് രാമഹൃദയത്തെക്കുറിച്ച് പരിശോധിക്കാം. എന്താണ് രാമഹൃദയം? രാമന്റെ ഹൃദയം ആയിട്ടിരിക്കുന്നത് സീതയാണ്. സീതയുടെ ഹൃദയമോ അത് ശ്രീരാമനുമാണ്. ഇവിടെ ജ്ഞാനസ്വരൂപനായ ശ്രീരാമനെ വാസ്തവത്തിൽ യാതൊന്നും പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. പ്രവൃത്തി എന്ന് പറയുന്നത് ചലനമാണ്. എങ്കിൽ ശ്രീരാമനോ അത് ജ്ഞാനമാണ്. ജ്ഞാനം ചലനമാണോ? ജ്ഞാനം ചലനമല്ല, ജ്ഞാനം നിശ്ചലമാണ്. അപ്പോൾ സീതയോ? സീത പ്രകൃതിയെയാണ് ഇവിടെ സീതയായിട്ട് നമുക്ക് ബോധ്യമാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ പ്രകൃതി വാസ്തവത്തിലെ ചലിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോഴോ പ്രകൃതിയും പുരുഷനും കൂടി ചേരുമ്പോൾ പ്രകൃതിയുടെ ചലനം കൊണ്ട് പുരുഷൻ ചലിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ്. അതായത് തോന്നുകയാണ് വാസ്തവത്തില് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല സൃഷ്ടി സ്ഥിതി സംഹാരം മുതലായ എല്ലാ ലീലകളും കർമ്മങ്ങളും പ്രകൃതിയാണ് വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി ഈ ധർമ്മം പ്രായോഗികമാക്കുന്നതോ ഭഗവാന്റെ സാന്നിധ്യത്തിലുമാണ്. അതുകൊണ്ടാണല്ലോ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗദ്വിപരിവർത്തതേ. അതായത് പ്രകൃതിയുടെ സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹം മുതലായിരിക്കുന്ന എല്ലാ പ്രക്രിയകൾക്കും അധിഷ്ഠാനമായിട്ട് ആത്മാവ് സാക്ഷിഭാവത്തിൽ വർത്തിക്കുന്നു. സാക്ഷിഭാവത്തിൽ വർത്തിക്കുന്ന ആത്മാവിന്റെ ആ നിശ്ചല സാന്നിധ്യം ഈ ലോകത്തിലെ സകല പ്രക്രിയകൾക്കും കാരണമായിരിക്കുകയാണ്. ആത്മാവിനെ രാമനെ അറിയണമെങ്കിൽ അപ്പോൾ ആദ്യം ആരെ അറിയണം? പ്രകൃതിയെ ബോധിക്കണം. അതായത് പ്രകൃതിയെ ബോധിക്കുമ്പോഴാണോ സൃഷ്ടിയെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. കാരണം പ്രകൃതി എന്ന് പറയുന്നത് സൃഷ്ടിയാണ്. സൃഷ്ടി എന്ന് പറഞ്ഞാലോ അത് ചലനവുമാണ്. അപ്പൊ നിശ്ചലമായാലോ സൃഷ്ടിയില്ല. നമ്മുടെ മനസ്സ് നിശ്ചലമായാൽ
നമ്മെ സംബന്ധിച്ച് ഈ ലോകം ഇല്ല. സൂക്ഷ്മമായ ചലനം മനസ്സിലുണ്ടായി. കാരണം വിഷ്ണു ഭഗവാന്റെ മായയിൽ ഈ ലോകമാകെ ലയിച്ച് കിടക്കുകയായിരുന്നു. അപ്പോഴോ ബ്രഹ്മരൂപമായി കിടന്നിരുന്ന ഈ വിശ്വത്തെ കാലരൂപിയായ ഭഗവാൻ വീണ്ടും പ്രകടമാക്കിയതിനെയാണ് നമ്മൾ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്രകാരം 10 തരത്തിലുള്ള സൃഷ്ടിയാണ് ഇവിടെ ഉണ്ടായത്. ആദ്യം അവ്യക്തം. അവ്യക്തത്തിൽ നിന്നും എന്തുണ്ടായി? മഹത്തത്വമാണ് ഉണ്ടായത്. മഹത്തത്വം എന്ന് പറയുന്നത് ബോധതത്വത്തെയാണ് മഹത്തത്വം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മഹത്തത്വത്തിൽ നിന്നും അഹം തത്വമുണ്ടായി. അപ്പൊ മൂലപ്രകൃതിയായ ത്രിഗുണമായിട്ട് ഈ അഹം തത്വമാണ് പരിണമിച്ചത്. ഈ ത്രിഗുണങ്ങളിൽ നിന്നുമാണ് പിന്നീട് സൃഷ്ടിയെല്ലാം ഉണ്ടായത്. അതായത് മൂന്നാമത്തെ സൃഷ്ടിയായിട്ട് താമസാഹങ്കാരത്തിൽ നിന്നും 5 തന്മാത്രകൾ ഉണ്ടായി എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട്. എന്താണ് 5 തന്മാത്രകള്? പഞ്ചഭൂതങ്ങളാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇതാണ്. പിന്നെ 4ാമത്തെ സൃഷ്ടിയായിട്ട് രാജസാഹങ്കാരത്തിൽ നിന്നുമുണ്ടായ ഇന്ദ്രിയങ്ങളാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. ശ്രോത്രം, ത്വക്ക്, ചക്ഷു, ജിഹ്വ, ഘ്രാണം ഇവയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. പിന്നെയോ കർമ്മേന്ദ്രിയങ്ങളോ അപ്പോ വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം ഇവയാണ് കർമ്മേന്ദ്രിയങ്ങൾ. ഇനി 5ാമത്തേതായ സൃഷ്ടി സാത്വികാഹങ്കാരത്തിൽ നിന്നുമുണ്ടായവയാണ്. എന്താണ് സാത്വികാഹങ്കാരത്തിൽ നിന്നുണ്ടായത്? ദേവകളും അഹങ്കാരവുമാണ്. അതായത് അന്ധക്കരണവുമാണ് സാത്വിക അഹങ്കാരത്തിൽ നിന്നും ഉദ്ഭവിച്ചത്. മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവുമാണ് അന്ധക്കരണങ്ങൾ. അഭിമാനവും അവധാരണവും, അതായത് നമ്മുടെ ഇനിയിപ്പോ ഈ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്നതിലുണ്ടാകുന്ന വൃത്തികൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അഹങ്കാരത്തിൽ ഉണ്ടാകുന്നത് എന്താണ്? അതായത് നമ്മുടെ അഭിമാനമാണ്. അത് നമുക്ക് മനസ്സ് മുതൽ പറയാം. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം മനസ്സിൽ സങ്കല്പമുണ്ടാകും, ബുദ്ധിയിലോ അത് നിശ്ചയം വരുത്തലാണ്. അഹങ്കാരത്തിൽ അഭിമാനവും അവധാരണം ചിത്തത്തിലുമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ സാത്വിക അഹങ്കാരത്തിൽ നിന്ന് തന്നെ ദേവകളും ഇന്ദ്രിയ ദേവതകളും ഉണ്ടായി എന്ന് നമുക്കറിയാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഓരോ ഇന്ദ്രിയങ്ങളുടെയും ദേവതകളെയും ഇവിടെ ഒന്ന് പരിചയപ്പെടാം. ശബ്ദം ശ്രോത്രത്തിന്റെ ഗുണമാണ്. അപ്പൊ ശ്രോത്രത്തിന്റെ ദേവത ദിഗ്ദേവതയാണ്. ത്വക്കിന്റെ ഗുണം സ്പർശമാണ്. അപ്പൊ ത്വക്കിന്റെ ദേവത എന്താണ്? വായുവാണ് ദേവത. ചക്ഷു, കണ്ണിന്റെ ഗുണം കാഴ്ചയാണ്. കണ്ണിന്റെ ദേവത സൂര്യൻ. പിന്നെ മൂക്ക്, മൂക്കിന്റെ ഗുണം എന്താണ്? മണം. മൂക്കിന്റെ ദേവതയോ അശ്വനി ദേവന്മാരുമാണ്. നമ്മുടെ ജിഹ്വ ജ്ഞാനേന്ദ്രിയമായിട്ടും കർമ്മേന്ദ്രിയമായിട്ടും വർത്തിക്കുന്നുണ്ട്. ജിഹ്വ ജ്ഞാനേന്ദ്രിയമാകുമ്പോൾ ഉണ്ടാകുന്ന ഗുണം രസമാണ്. ജിഹ്വ കർമ്മേന്ദ്രിയമാകുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണ്? വചനമാണ്. ജിഹ്വയുടെ ദേവതയോ വരുണനമാണ്. പിന്നെ കാല്, എന്താ കാലിന്റെ ഗുണം? നടക്കലാണ്. അതിന്റെ ദേവതയോ വിഷ്ണുവുമാണ്. കയ്യിന്റെ ധർമ്മം എന്താണ്? എടുക്കുക, കൊടുക്കുക എന്നുള്ളതാണ്. കയ്യിന്റെ ദേവതയോ ദേവേന്ദ്രനുമാണ്.
പിന്നെ ഉപസ്ഥം, അതായത് ജനനേന്ദ്രിയം. അതിന്റെ ധർമ്മം, അതിന്റെ ഗുണം ആനന്ദമാണ്. അതിന്റെ ദേവതയോ പ്രജാപതിയുമാണ്. പിന്നെ ബുധം, എന്താണ്? വിസർജനമാണ് അതിന്റെ ഗുണം. ദേവത മൃത്യുവുമാണ്. ഇനി ആറാമത്തെ സൃഷ്ടി. 5 പ്രകാരത്തിലുള്ള അവിദ്യ ജീവന്റെ ബുദ്ധിക്ക് ആവരണവും വിക്ഷേപവും ഉണ്ടാക്കുന്നവയാണ്. പവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം, ഇവയാണ് 5 ക്ലേശങ്ങൾ. നമ്മളിവിടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് രാമായണ തത്വം പറയുന്ന സന്ദർഭത്തിൽ. സാന്ദർഭികമായിട്ട് അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണോ എന്ന് മാത്രം. അപ്പൊ അവിദ്യ എന്ന് പറഞ്ഞാൽ തന്നെ മറക്കലാണ്. അവിദ്യ കൊണ്ട് ദൃക്താവും ദൃശ്യവും ഒന്നെന്ന് ഭ്രമിക്കുന്നതാണ് അസ്മിത. സുഖാനുശയീ രാഗഃ ദുഃഖാനുശയീ ദ്വേഷഃ. ജീവിക്കണമെന്ന അതിര് കവിഞ്ഞ ആവേശവുമാണ് അഭിനിവേശം. ഇനി 7ാമത്തെ സൃഷ്ടി. 6 പ്രകാരത്തിലുള്ള സ്ഥാവര സൃഷ്ടിയെയാണ് 7ാമത്തെ സൃഷ്ടിയായിട്ട് പറയുന്നത്. അതായത് വനസ്പതി, ഓഷധി, ലത, പൊത്സാരം, ദ്രുമം, പുല്ല്, ഇവയാണ് സ്ഥാവര സൃഷ്ടികൾ. ഇനി 8ാമതായിട്ട് തിര്യക് സൃഷ്ടികളാണ്. 28 വിധത്തിലുള്ളവയാണ് തിര്യക് സൃഷ്ടികൾ. കാലബോധത്തെക്കുറിച്ച് അറിയാത്തവയാണ് തിര്യക് ജാതികൾ. തമോഗുണം അധികരിച്ചിരിക്കുന്ന ഇവയ്ക്ക് ആഹാരം, നിദ്ര, മൈഥുനം ഇവ 3 മാത്രമേ ചെയ്യുവാൻ കഴിയൂ. വിചാരശക്തി ഇല്ലാത്തവയെയാണ് തിര്യക്കുകൾ. ഇനി 9ാമതായിട്ട് സൃഷ്ടിയാണ് മനുഷ്യർ. മനുഷ്യനിൽ മാത്രമാണ് ആഹാരം ശരീരത്തിന്റെ മേൽഭാഗത്ത് നിന്നും കീഴ്ഭാഗത്തേക്ക് പ്രവഹിക്കുന്നത്. കർമ്മപരായണരായി കഴിയുന്നവരാണ് മനുഷ്യർ. 10ാമതായിട്ടുള്ള സൃഷ്ടിയാണ് ദേവസൃഷ്ടികൾ. അപ്പോ ഈ സൃഷ്ടി എന്താണ്? വാസ്തവത്തില് ഈ ലോകം ഉണ്ടെന്ന് തോന്നിക്കുന്ന ഒരു ഭ്രമം മാത്രമാണ് സൃഷ്ടി. അതാണ് നമ്മളിവിടെ അറിയേണ്ടത്. അപ്പോ ഇത് ഇല്ലാത്തതാണെന്ന് ബോധിക്കണം. ബ്രഹ്മദേവന്റെ സൃഷ്ടിയാണ് ഇപ്പോ നമ്മളിവിടെ പറഞ്ഞ 10 തരത്തിലുള്ള സൃഷ്ടി. ഇതിനെല്ലാം അധിഷ്ഠാനമായിരിക്കുന്നത് എന്താണ്? ബ്രഹ്മം. അപ്പൊ സാക്ഷാൽ പരബ്രഹ്മമായ ശ്രീ വിഷ്ണുവിന്റെ ഒരു ചുഴിയിൽ നിന്നും, എന്താണ്, നാഭിയിൽ നിന്നുമാണ് ഈ പറഞ്ഞ സൃഷ്ടിയെല്ലാം ഉണ്ടായിരിക്കുന്നത്. നാഭിയിൽ നിന്നുണ്ടായ താമരവളയത്തിലുണ്ടായ ബ്രഹ്മദേവനിൽ നിന്നുമാണല്ലോ പിന്നെ സകല സൃഷ്ടിയും നടക്കുന്നത്. അപ്പോ ഈ പറയുന്നവയെല്ലാം വാസ്തവത്തിൽ എന്താണ്? ഒരു ഭ്രമം മാത്രമാണ്. മനസ്സ് നിശ്ചലമായ പിന്നെ എന്താണ്? സൃഷ്ടി എന്ന് പറയുന്ന ഒന്ന് ഇല്ലവേ ഇല്ല. നാമവും രൂപവും ചേർന്നതിനെയാണ് നമ്മൾ ലോകം എന്ന് പറയുന്നത്. അപ്പോ സീത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന പ്രകൃതിയുടെ സ്വരൂപം എന്താണ്? നാമം, രൂപം, ത്രിഗുണം, പ്രകൃതിയുടെ വികൃതി. ഇവയാണ് സീതാതത്വം, സീതാഹൃദയം. സീത എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നാമവും രൂപവും ത്രിഗുണങ്ങളും പിന്നെ പ്രകൃതിയുടെ വികൃതി മുതലായവയുമാണ്. എന്താണ് പ്രകൃതിയുടെ വികൃതി എന്ന് പറഞ്ഞാൽ? പ്രകൃതിയിൽ നിന്നും വികാരം കൊണ്ടുണ്ടാകുന്നതാണ് വികൃതി. വികാരം എന്നാൽ എന്താണ്? മാറ്റമാണ്. വിശേഷ രൂപത്തിലുള്ള ചലനമാണ് വികാരം. അപ്പൊ ഈ വികാരം, ഈ ചലനം എവിടെയുള്ളൂ? പരിമിതിയിൽ മാത്രമേ ചലനമുള്ളൂ. അപ്പൊ ചലനമുള്ളവയെല്ലാം എന്താണ്? ജഡപദാർത്ഥങ്ങളുമാണ്. അപ്പൊ പ്രകൃതിയുടെ വികൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് നാമരൂപങ്ങളെ വർദ്ധിപ്പിക്കണം. നാമരൂപങ്ങളെ വർദ്ധിപ്പിക്കണമെങ്കിലോ
സ്ത്രീ പുരുഷന്മാരെ പരസ്പരം അടുപ്പിക്കണം. ഇങ്ങനെ സ്ത്രീ പുരുഷരെ പരസ്പരം അടുപ്പിക്കുന്ന ശക്തിവിശേഷത്തെയാണ് പ്രകൃതിയുടെ വികൃതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ ചൈതന്യത്തെ മറന്നിട്ട് താൻ ജഡശരീരമാണെന്ന് ബോധിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന് കാരണം മനസ്സിന്റെ അധ്യാസമാണ്. അപ്പൊ മനസ്സിന്റെ അധ്യാസം കൊണ്ടാണ് പ്രകൃതിയും പുരുഷനും, സ്ത്രീയും പുരുഷനും, ആണും പെണ്ണും തമ്മിൽ ആകർഷകമായിട്ട് തീരുന്നത്. അപ്പൊ ബ്രഹ്മദേവൻ തന്നെ താൻ തന്നെ സൃഷ്ടിച്ച സരസ്വതിയിൽ ആകൃഷ്ടനായിട്ട് ദേവിയുടെ പിറകെ പോവുകയുണ്ടായി. പിന്നെയോ കാമനെ ജയിച്ച കാമാരി ശങ്കരഭഗവാനും വിഷ്ണു മോഹിനിയിലെ ഭ്രമിക്കുകയുണ്ടായി. ഇതാണ് ഭഗവാന്റെ മായ എന്ന് പറയുന്ന ശക്തി. ഈ മായയെ തരണം ചെയ്യുവാൻ ബുദ്ധിമാന്മാർ പോലും ക്ലേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മായയെ ജയിക്കുവാനുള്ള ഏക ഉപായം എന്താണ്? മായാതീതനായിരിക്കുന്ന ഭഗവാനിലെ അനന്യമായ ഭക്തിയെ വളർത്തുക മാത്രമേ ഈ മായ തന്നെ കീഴ്പ്പെടുത്താതിരിക്കുവാനുള്ള ഒരേ ഒരു പോംവഴി. നോക്കൂ, നാമരൂപങ്ങളെല്ലാം തന്നെയും ജഡപദാർത്ഥങ്ങളാണ്. ഈശ്വരനാമരൂപങ്ങൾ വരെ പ്രകൃതിയുടെ ഘടകങ്ങളാണെന്ന് ഈ രാമഹൃദയം ബോധിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അറിയണം. എന്നാൽ ഈശ്വരന്റെ നാമവും ഈശ്വരന്റെ രൂപവും നമ്മെ ഈ പ്രകൃതിക്കപ്പുറം കടക്കുവാൻ സഹായിക്കുന്നതാണ്. പറഞ്ഞിട്ടുണ്ടല്ലോ, ശവദാഹക്കാരുപയോഗിക്കുന്ന കമ്പ് പോലെയാണ് ഈശ്വരനാമവും ഈശ്വരരൂപവും. ശവം ദഹിച്ചു തീരുന്നതോടൊപ്പം ആ കമ്പും അതിൽ ദഹിച്ച് വെണ്ണീരാകും. അതുപോലെ ജ്ഞാനബോധം ഉറയ്ക്കുന്നതോടുകൂടി നാമരൂപങ്ങൾ മനസ്സിൽ അടങ്ങും. പിന്നീട് ഭഗവാന്റെ വിഭൂതി മാത്രം അവശേഷിക്കും. ഈ നാമരൂപങ്ങളായിട്ടിരിക്കുന്ന തത്വമെന്തോ ആ തത്വത്തെയാണ് സീതാതത്വം, സീതാഹൃദയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് രാമഹൃദയം, രാമതത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അസ്ഥി, ഭാതി, പ്രിയം ആയിട്ടിരിക്കുന്നത് എന്തോ അതിനെ രാമതത്വം എന്ന് പറയുന്നു. എന്താണ് അസ്ഥി? ഉള്ളതായിട്ടിരിക്കുന്നത് എന്തോ അതാണ് അസ്ഥി. ഞാനുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആ അറിവായിട്ടിരിക്കുന്ന തന്റെ ഉണ്മ തന്നെയാണ് അസ്ഥി. പിന്നെ എന്താണ് ഭാതി? ബോധമായിട്ടിരിക്കുന്നതാണ് ഭാതി. ഞാൻ വിജ്ഞനാണ്, ഞാൻ അജ്ഞനാണ് എന്നിങ്ങനെയെല്ലാം എന്നെക്കുറിച്ചും മറ്റുള്ളതിനെക്കുറിച്ചും വിലയിരുത്തും, അല്ലേ? അങ്ങനെ അറിവും അറിവില്ലായ്മയും, അറിയുകയില്ല, ഈ വിധത്തിലിരിക്കുന്ന നിജശുദ്ധ ബുദ്ധ ബോധത്തെയാണ് ഭാതി എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയം എന്താണ്? അസ്ഥിഭാതി പ്രിയമാണല്ലോ. ആനന്ദമായിട്ടിരിക്കുന്നതെന്തോ അതാണ് പ്രിയം. അപ്പോൾ ഈ വിഷയാനന്ദം മുതൽ ബ്രഹ്മാനന്ദം വരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ അനുഭവ സ്വരൂപത്തെ തന്നെയാണ് ആനന്ദരൂപമായിട്ടിരിക്കുന്ന പ്രിയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ആനന്ദാവസ്ഥ തന്നെയാണ് വാസ്തവത്തിൽ ജീവന്റെ നിജ സ്വരൂപം. ആ ബ്രഹ്മസത്യം തന്നെയാണ് രാമനായിട്ടിരിക്കുന്നത്. എന്താണ് രാമതത്വം എന്ന് പറയുമ്പോൾ? ഉള്ളതായിട്ടും ബോധമായിട്ടും ആനന്ദമായിട്ടും ഇരിക്കുന്നത് ഏതൊന്നാണോ അതുതന്നെയാണ്
ശ്രീരാമൻ. ബോധമായിട്ടിരിക്കുന്നത് പ്രത്യേകം എന്തെങ്കിലും തെളിവിന്റെ ആവശ്യമുണ്ടോ? തെളിവിന്റെ ആവശ്യമില്ല. അത് സ്വയം പ്രകാശമാണ്. ബോധമോ, ബോധമാണ് വാസ്തവത്തിലെ ഉണ്മയായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ബോധമായ ഉണ്മയിൽ ഉറച്ചിരിക്കുന്നത് തന്നെയാണ് ആനന്ദം. അപ്പോഴോ സച്ചിദാനന്ദമാണ് രാമൻ. സച്ചിദാനന്ദം, സത്ത്, ചിത്ത്, ആനന്ദം. അപ്പോഴോ സത്ത് തന്നെയാണ് ചിത്ത്, ചിത്ത് തന്നെയാണ് ആനന്ദമായിട്ടിരിക്കുന്നത്. ആ ബോധത്തിന്റെ ഉണ്ട് എന്ന ബോധമാണ് സത്യം എന്നുവെച്ച സത്ത്. ചിത്തിലാണ് ബോധത്തിന്റെ ഉണ്മയെ അറിയുന്നത്. ബോധത്തിന്റെ ഉണ്മയിൽ ആനന്ദിച്ചിരിക്കുന്ന അവസ്ഥ തന്നെയാണ് ആനന്ദം. മറ്റൊന്നിലും മനസ്സില്ലാതിരിക്കുന്ന അവസ്ഥയാണ് ആനന്ദം. ഉണ്മയിൽ മാത്രമേ ആനന്ദമുള്ളൂ. ആനന്ദത്തിലോ നിശ്ചലതയാണ്. നിശ്ചല അവസ്ഥയാണ് ആനന്ദം. ആഹ്ലാദത്തിലും ചലനമുണ്ട്. രാമഹൃദയം അറിയാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? സീത അനുഗ്രഹിക്കണം. രാമതത്വം, ആത്മതത്വം അറിയണമെങ്കിൽ സീത അനുഗ്രഹിക്കുക തന്നെ ചെയ്യണം. ജീവാത്മാവിനും പരമാത്മാവിനും മധ്യത്തിലെ മഹാമായയായി വർത്തിക്കുന്നതാണ് ദേവി. മായാദേവിയുടെ അനുഗ്രഹത്താൽ മാത്രമേ രാമഹൃദയത്തെ ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. മനസ്സിന്റെ അനുഗ്രഹമാണ് സീതയുടെ അനുഗ്രഹം. എന്തുകൊണ്ട്? മായ പ്രവർത്തിക്കുന്നത് മനസ്സിന്റെ രൂപത്തിലാണ്. അപ്പൊ മനസ്സ് ശുദ്ധിയാകുമ്പോൾ അനുഗ്രഹത്തിന് പാത്രമായിട്ട് തീരും. കാരണം മനസ്സ് ശുദ്ധമാകുമ്പോ എന്താണ് സംഭവിക്കുന്നത്? സത്വഗുണം പ്രകാശിക്കുന്നു. അപ്പൊ സത്വഗുണത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനസ്സ് അതിന്റെ സ്വസ്ഥാനത്ത് തന്നെ നിലനിൽക്കുമ്പോഴാണ് മനസ്സ് ശുദ്ധമാകുന്നത്. പ്രകാശം, സംതൃപ്തി, ആനന്ദം, ഇതാണ് സത്വഗുണത്തിൽ നിന്നും ഉണ്ടാകുന്ന ഗുണം. ഇതിനെയാണ് മനഃപ്രസാദം എന്നെല്ലാം പറയുന്നത്. ഗീതയിൽ കേട്ടിട്ടില്ലേ? പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശോ ബുദ്ധി പര്യവതിഷ്ഠതേ. മനഃപ്രസാദം കൊണ്ടാണ് സർവ ദുഃഖങ്ങളും അകലുന്നത്. അപ്പോഴോ പ്രസന്നചിത്തനാകുമ്പോൾ ബുദ്ധി സ്ഥിരമാകുന്നു. ബുദ്ധി സ്ഥിരമാകുമ്പോഴോ രാമഹൃദയത്തിലെത്തും. ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയാണ്. അതാണ് ഗുരു, ശ്രുതി, പ്രമാണവാക്യങ്ങളിലൂടെ ജീവാത്മാ പരമാത്മാ ഐക്യം ബോധിക്കണം. അപ്പോഴാണ് രാമഹൃദയത്തിലെ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ട് ആത്മാരാമന്മാരായിട്ട്, ആത്മാരാമകളായിട്ട് ജീവിതം തുടരുവാൻ സാധിക്കുക. രാമഹൃദയം തന്നെയാണ് സത്യം. ആ സത്യം തന്നെയാണ് ശിവം. ശിവം തന്നെയാണ് സുന്ദരം. അപ്പൊ സത്യമായിട്ടും ശിവമായിട്ടും സുന്ദരമായിട്ടും ഉള്ളതാണ് രാമഹൃദയം. അപ്പോ രാമഹൃദയത്തിലേക്ക് എത്തണമെങ്കിലോ ഹനുമാനെ പോലെയാകണം. ഹനുമാനെ പോലെ ആയാൽ രാമഹൃദയത്തിലേക്ക് പോകുവാൻ പറ്റും. ആഞ്ജനേയസ്വാമികളെ പോലെ അതിയായ ആഗ്രഹം വേണം. ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന എട്ടുകെട്ടിനുള്ളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള വെമ്പലുണ്ടാകണം. എങ്ങനെ? എന്തിനെ? ഈ സംസാരത്തിൽ നിന്നും മോചിക്കുന്നതിനുണ്ടാകുന്ന ഈ വെമ്പലിനെയാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത്. അങ്ങനെ സാധനാചതുഷ്ട സമ്പത്തിയിൽ മാത്രമേ മോക്ഷത്തിനായിട്ടുള്ള ഈ ഇച്ഛ
ശക്തി പ്രാപിക്കുകയുള്ളൂ. ഇല്ലെങ്കിലോ ഏഷണാത്രയത്തിൽ കുടുങ്ങും. അപ്പൊ ഏഷണാത്രയത്തിൽ കുടുങ്ങാതിരിക്കണമെങ്കിലോ ഉള്ളതിനെ നന്നായിട്ട് അറിയുവാൻ സാധിക്കണം. നമ്മുടെ ശരീരത്തെ മറന്നുകിടക്കുന്ന സുഷുപ്തിയിൽ ആരും ഒന്നും അറിയുന്നില്ല. ഇത് പക്ഷേ കട്ടിപിടിച്ച അജ്ഞാന നിലയാണ്. എന്നാലോ സമാധിയിലും വാസ്തവത്തിൽ ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടോ? സമാധിയിലും സമാധിസ്ഥിതനൊന്നും അറിയുന്നില്ലെങ്കിലും അവിടെ എന്താണ്? കട്ടിപിടിച്ച ബോധത്തിന്റെ നിലയാണ്. ശരീരബോധമില്ലാത്തപ്പോൾ നമുക്കാരെങ്കിലും കൊള്ളാത്തവരോ മിടുക്കരോ മോശക്കാരോ നല്ലവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ശരീരബോധമുള്ളപ്പോഴോ മോശമായിട്ടും നല്ലതായിട്ടും ചീത്തയായിട്ടും ഒക്കെ കാണുകയാണ്, വിലയിരുത്തുകയാണ്. അപ്പൊ അവസ്ഥാത്രയങ്ങൾ എല്ലാം മാറുന്നതാണ് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. അപ്പൊ അങ്ങനെയുള്ള ആ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിവേളയിലും എന്താണ്? യാതൊന്നും അനുഭവിക്കാതെ അതിന് സാക്ഷിയായിട്ട് നിൽക്കുന്ന ഒരു ചൈതന്യമുണ്ട്. അതാണ് രാമഹൃദയം. എങ്കിലോ ഈ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും വാസ്തവത്തില് എപ്പോൾ മാത്രമേ സത്യമുള്ളൂ? ആ അവസ്ഥകളിൽ മാത്രമേ സത്യമായിട്ടിരിക്കുന്നുള്ളൂ. എന്നാൽ ആ അവസ്ഥാത്രയത്തിനും സാക്ഷിയായിട്ട് നിലനിൽക്കുന്നതാണ് ചൈതന്യം. ആ മാറാത്ത വസ്തുവിലെത്തുമ്പോഴാണ് സാധന ചതുഷ്ടയ സമ്പത്തിയാർജിക്കുന്നത്. രാമഹൃദയമറിയണമെങ്കിൽ സനാതനധർമ്മത്തിൽ പറയുന്ന രീതിയിൽ ജീവിതധർമ്മം പാലിച്ചു പോകുവാൻ ഉള്ള യോഗ്യത സാധനാ ചതുഷ്ടയ സമ്പത്തിയാണ്. അങ്ങനെ ആ മാറാത്ത വസ്തുവെ പ്രാപിക്കുവാനുള്ള അതിയായ ആഗ്രഹം, അതിന് ആദ്യം ആവശ്യം സാധനാ ചതുഷ്ടയ സമ്പത്തിയിൽ പറയുന്ന നിത്യാനിത്യ വസ്തു വിവേകമാണ്. ആ സാക്ഷി തന്നെയാണ് സച്ചിദാനന്ദം. ഉള്ളതാണ് സച്ചിദാനന്ദം. എന്നും ഉള്ളതായിട്ടിരിക്കുന്നതാണ് സച്ചിദാനന്ദം. അനർഥ ജഡ ദുഃഖസ്വരൂപമായിരിക്കുന്നതോ അത് പ്രകൃതിയുമാണ്. ഈ ശരീരമോ ജഡമായതാണ്, ദുഃഖം തരുന്നതാണ്. ജലത്തിലെ മത്സ്യത്തിന് വെള്ളം നാലു പുറത്തു നിന്നും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ മർത്യനെ ജനനം മുതലേ മരണവും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയുള്ളതും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഏത് ലോക ദുഃഖവും നശ്വരമായതാണ്. അപ്പോഴാണ് സാധനാ ചതുഷ്ടയ സമ്പത്തിയിലെ രണ്ടാമത്തെ ഗുണമുണ്ടാകുന്നത്. ലോകസുഖമെല്ലാം നശ്വരമെന്നറിയുമ്പോൾ ഇഹാമുത്രബലഭോഗ വിരാഗം ഉണ്ടാകുന്നു. അവിടെയും ഇവിടെയുമുള്ള സുഖത്തില് താല്പര്യമില്ലായ്മയാണ് വിരാഗത. മോക്ഷസുഖം അനുഭവിക്കണമെന്ന ചിന്ത പോലും ഉണ്ടാകരുത്. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, കിട്ടുമോ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ എന്ന അവസ്ഥ വന്നാൽ തന്നെ അത് മോക്ഷാവസ്ഥയുടെ അടുക്കലായി നമ്മളെല്ലാം. അപ്പോഴാണ് ശമാധി ശക്ക സമ്പത്തി. ശമം, ദമം, ഉപരതി, തിരിക്ഷ, ശ്രദ്ധ, സമാധാനം മുതലായ 6 കൂട്ടം വിഷയങ്ങളാണ് ശമാധിശക്ക സമ്പത്തി. എന്താണ് ശമം? മനസ്സിന്റെ അടക്കമാണ് ശമം. മനസ്സടങ്ങുന്നതോ ചിന്തകളില്ലാതിരിക്കുമ്പോൾ മനസ്സടങ്ങുന്നു. ചിന്തകളില്ലാതിരിക്കണമെങ്കിലോ സങ്കല്പമുണ്ടാകാതിരിക്കണം. സങ്കല്പമുണ്ടാകാതിരിക്കുന്നതോ? ഇനി സങ്കല്പമുണ്ടാകുന്നത് എന്താണ്? അപ്പോഴല്ലേ സങ്കല്പം ഇല്ലാതിരിക്കാൻ പറ്റൂ. സങ്കല്പം ഉണ്ടാകുന്നത്
അപൂർണതാബോധത്തിലുമാണ്. അപ്പൊ പൂർണ്ണതാബോധം വരണമെങ്കിലോ ഈശ്വരനിൽ അഭയം പ്രാപിക്കണം. അപ്പൊ പൂർണ്ണമായ ഈശ്വരനിൽ മനസ്സിരിക്കുമ്പോഴോ ശമമുണ്ടാകും, മനസ്സടക്കം. അപ്പോഴാണ് ഇന്ദ്രിയങ്ങളുടെ അടക്കം ദമം. എന്താണ് ദമം? ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് പോകാതിരിക്കുമ്പോൾ ദമം കൈവരും. എന്ന് വെച്ചാൽ തമോ ഗുണഹങ്കാരത്തിന്റെ സംഭാവനയാണ് ശബ്ദാദികളായ പഞ്ചവിഷയങ്ങളും. വിഷയങ്ങളെ സുഖിപ്പിക്കും, വിഷയങ്ങളിലാണ് സുഖം സ്ഥിതി ചെയ്യുന്നതെന്ന ചിന്തയെ കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴോ വിഷയങ്ങളിൽ സുഖമില്ലെന്ന ബോധം പൂർണ്ണമാകുമ്പോൾ മനസ്സ് വിഷയങ്ങളിലേക്ക് പോകാതിരിക്കും. വിഷയത്തിൽ ഒട്ടും തന്നെ സുഖമില്ലെന്ന ദൃഢബോധം ഉറയ്ക്കണം. അപ്പൊ ദമം കൈവരണമെങ്കിൽ എന്ത് വേണം? വിഷയങ്ങളിൽ ദോഷദൃഷ്ടി ഉണ്ടാകണം. വിഷയങ്ങളെല്ലാവരെയും എപ്പോഴും ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ബോധം വരണം. പ്രമേഹരോഗി ഗുളികയും വിഴുങ്ങിക്കൊണ്ടാണ് പാലട കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വിഷയം അനുഭവിക്കുന്നവരുടെയും സ്ഥിതിയാണിത്. ഈ ദമം സാധാരണക്കാർക്ക് കിട്ടുകയില്ല. വിഷയങ്ങളെ സുഖം എന്ന് പറയുന്നത് ഭ്രമമാണ്. ഒന്നിനെയും അതായിട്ടറിയാതെ വേറെ എന്തൊക്കെയോ ആയിട്ട് തെറ്റിദ്ധരിച്ചറിയുന്നതിനെയാണ് നമ്മൾ ഭ്രമം എന്ന് പറയുന്നത്. ഒന്നിനെ ഒന്നായിട്ട് അറിയണമെങ്കിലോ അതറിഞ്ഞ ആളുകളുമായിട്ടുള്ള സംസർഗമുണ്ടാകണം. സത്സംഗത്തിലാണ് സജ്ജന സംസർഗത്തിന് അവസരമുണ്ടാകുന്നത്. അപ്പൊ സത്സംഗത്താൽ സജ്ജനങ്ങളുടെ ഗുണം നമ്മിലേക്ക് പകരും. അപ്പോഴോ സത്തിൽ മാത്രം രമിക്കുന്ന അവസ്ഥ കൈവരും. സത്തിൽ മാത്രം രമിക്കുമ്പോഴോ ദമം ഉണ്ടാവുകയും ചെയ്യും. അപ്പോഴാണ് ഉപരതി. എന്താണ് ഉപരതി? വിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്ത അവസ്ഥയാണ് ഉപരതി. വിഷയങ്ങളിൽ സുഖിക്കണമെന്ന ആഗ്രഹം ഒട്ടും തന്നെ ഇല്ല. ഈശ്വരനിൽ രതിയുള്ളവർക്കു മാത്രമേ ഉപരതിയുണ്ടാവുകയുള്ളൂ. ഈശ്വരനിൽ രതി വരാണമെങ്കിലോ മൂലമന്ത്രം ജപിക്കുവാനും രൂപങ്ങൾ ധ്യാനിക്കുവാനും നാമാദി കീർത്തനങ്ങളിലുള്ള ആഗ്രഹവും പ്രവൃത്തിയും ഉണ്ടാവുക തന്നെ ചെയ്യണം. ഈ മോക്ഷേച്ഛയോടുകൂടി സാധനാനുഷ്ഠാനങ്ങളിലുള്ള ആഗ്രഹത്തെ നമ്മളിവിടെ കാമമായിട്ട് പറയുന്നില്ല. അത് സാധകനെ സത്പദത്തിലെത്തിക്കുന്നതിനുള്ള കൈവഴികളാണ്. അപ്പൊ സത്സംഗത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉപരതിയും കൈവരുന്നു. ഭഗവാന്റെ കാര്യം ആര് പറഞ്ഞാലും അത് കേൾക്കുകയും കേട്ടതിൽ സന്തോഷിക്കുകയും ചെയ്യണം. എത്ര വലിയ കള്ളനായാലും ഈശ്വര മഹത്വം പറയുമ്പോൾ അത് ആസ്വദിക്കുവാൻ കഴിയണം. ഉപരതിക്ക് ശേഷം വരുന്നതാണ് തിതിച്ഛ. എന്താണ് തിതിച്ഛ? എന്തും സഹിക്കുവാനുള്ള കഴിവാണ് തിതിച്ഛ. എന്ന് വെച്ചാലോ സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിതിച്ഛ നിഗദ്യതേ. സത്വഗുണിയുടെ ഗുണമാണ് തിതിച്ഛ. തിതിച്ഛയുള്ളവരെയാണ് സത്വഗുണികൾ എന്ന് പറയുന്നത്. സത്വഗുണത്തിലെത്തുവാനുള്ള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ തമോ രജോ ഗുണികൾക്ക് പ്രയാസമാണ്. അപ്പൊ സത്വഗുണം കൈവരുവാനുള്ള ക്ലേശങ്ങളെ സഹിക്കുന്നതാണ് യഥാർത്ഥത്തിൽ തിതിച്ഛ. സത്വഗുണിയുടെ പ്രതികരണം എന്തിനാണ്? സഹജീവികളെ സത്വഗുണത്തിൽ നിന്നും അകറ്റുന്ന പ്രവണതകളോടുള്ള ധാർമ്മിക രോഷമാണ്. അത് തിതിച്ഛയെ വഞ്ചിക്കുന്നതല്ല, മറിച്ചോ തിതിച്ഛയെ പോഷിപ്പിക്കുവാനുള്ള സാഹചര്യത്തിന് അവസരം സൃഷ്ടിച്ചു കൊടുക്കലാണ്. ഏതു വലിയ ദുഃഖവും പ്രതികാര ചിന്തയും വിലാപവും സഹിക്കുന്നു എന്ന ചിന്തയുമില്ലാതെ സഹിക്കാൻ കഴിയുന്നതാണ് തിതിച്ഛ. പലർക്കും ഏറ്റവും വലിയ ദുഃഖമായി തോന്നുന്നതാണ് അപവാദം. അവര് വജ്രസൂചി കൊണ്ടുള്ള കുത്തുപോലും സഹിച്ചു എന്ന് വരും. എന്നാലോ അപവാദം സഹിക്കുവാൻ അവർക്ക് കഴിയില്ല.
ഈ അപവാദത്തെയും സഹിക്കുവാൻ കഴിയണം. ആരുടെയെങ്കിലും വായിൽ നിന്നും വരുന്ന കാറ്റിനാൽ സൃഷ്ടിക്കപ്പെട്ട ഏതാനും ശബ്ദകോലാഹലങ്ങളെ അതിലെന്തിനു പതറണം? നോക്കൂ, ഈ മദ്യപാനം, അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണത തുടങ്ങി സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടാവുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളെല്ലാം തിരിക്ഷയില്ലാത്തവരാണ്. തിരിക്ഷ അഭ്യസിച്ചാലോ ഏത് കൊള്ളരുതായ്മയിൽ നിന്നും അവർക്ക് രക്ഷ പ്രാപിക്കാം. സർവകാരുണികനായിരിക്കുന്ന ഭഗവാൻ ഒരിക്കലും നമ്മെ വെറുക്കുകയില്ല എന്ന ഉറപ്പിന്മേൽ വേണം നമ്മൾ തിരിക്ഷയെ പോഷിപ്പിക്കുവാൻ. ജന്മജന്മാന്തരങ്ങളിലെ വാസനകൾ ഓരോരുത്തരിലുമുണ്ട്. എന്തെല്ലാമായിട്ട് ജനിച്ചിരിക്കുന്നു, എങ്ങനെയെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു ജന്മത്തിന്റെ കർമ്മഫലമായിട്ട് തന്നെയാണ് ഈ ജന്മത്തിലെ ശുഭാശുഭ ഫലങ്ങൾ. ഇങ്ങനെ നമ്മുടെ ചിന്താശേഷിയെ സജ്ജമാക്കുമ്പോൾ തിരിക്ഷ വളരും. നിർമ്മാണാത്മകതയെ മുരടിപ്പിക്കുന്ന പ്രതികരണത്തിൽ ശക്തി ക്ഷയിക്കുകയാണ് ചെയ്യുന്നത്. സഹിക്കുമ്പോഴോ ശക്തി കൂടുകയാണ് ചെയ്യുന്നത്. നിർമ്മാണാത്മകമായ പ്രതികരണത്തിൽ ആന്തരിക സംഘർഷം അനുഭവിക്കുന്നില്ല. അതിനാലോ അവിടെ ശക്തി സ്രോതസ്സിന് ഭംഗം വരുന്നില്ല. മനസ്സിൽ വരുന്ന ഓരോ അനുഭവത്തെയും കുറിച്ച് ബോധവാനായിരിക്കണം, സാക്ഷിയായിട്ട് നിലനിൽക്കണം. സാക്ഷിഭാവത്തിൽ മാത്രമേ തിരിക്ഷ കൈവരുകയുള്ളൂ, വളരുകയുള്ളൂ, നിൽക്കുകയുള്ളൂ. അപ്പോഴാണ് ശ്രദ്ധ. ഇനിയുമാണ് ശ്രദ്ധ. എന്താണ് ശ്രദ്ധ? ഗുരുവിലും ശാസ്ത്രത്തിലും ഈശ്വരനിലും ഈ മുക്കൂട്ടുകളിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഒരു കൊച്ചുകുട്ടിക്ക് തന്റെ അമ്മയോടുള്ള വിശ്വാസം അല്ലേ? ഒരു രാജകുമാരൻ ഉപദ്രവിച്ചാലും ദാസിയുടെ കുട്ടി പറയും, ഞാൻ എന്റെ അമ്മയോട് പറയും. തന്നെ ഏത് അപകടത്തിൽ നിന്നും രക്ഷിക്കുവാനുള്ള ശക്തി തന്റെ അമ്മയ്ക്കുണ്ടെന്ന വിശ്വാസമാണ്. ഈ അചഞ്ചലമായ വിശ്വാസം തന്റെ സ്വന്തം ഗുരുവിലും ശാസ്ത്രത്തിലും അതുപോലെ ഈശ്വരനിലും ഉണ്ടാകണം. ഇത് മൂന്നും സത്യത്തിൽ ഒന്നു തന്നെയാണ്. സത്യമായ ആ ഒന്നിനെയാണ് ഈ മൂന്നും ഒരേപോലെ വെളിപ്പെടുത്തുന്നത്. അപ്പൊ ശ്രദ്ധയുള്ളവർക്ക് മാത്രം എന്തുണ്ടാകും? സമാധാനം, ശമാധി, ശക്ത സമ്പത്തി. എന്താണ് സമാധാനം? ഏതവസ്ഥയിലും മനസ്സ് പതറാതിരിക്കലാണ് സമാധാനം. സമമായി ആധാനം ചെയ്യല്. ഇനിയുമായി എന്താണ്? സാധനാ ചതുഷ്ടയത്തിലെ മുമുക്ഷുത്വം. ഈ സംസാരത്തിൽ നിന്നും മുക്തി കിട്ടുവാനായിട്ടുള്ള അടക്കാനാവാത്ത ആഗ്രഹം. അപ്പൊ ഇത്രയും ഗുണമുള്ള ആളെ രാമഹൃദയമറിയും. അതാണ് ആഞ്ജനേയ സ്വാമികൾ. ഈ രാമഹൃദയം ബോധിപ്പിച്ച ഈ സാഹചര്യത്തില് രാമായണത്തിലെ പ്രസക്ത ഭാഗമായ മഹാകാശത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ കൂടിയുണ്ട്. ആ ഭാഗത്തെ കൂടി പറഞ്ഞ് നമുക്ക് ഈ രാമായണം എന്ന ഭാഗത്തിന്റെ വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കാം. ആ മഹാകാശത്തെ കൂടി ഒന്ന് ഈ സന്ദർഭത്തിൽ പറയാം. ഭൂതാകാശം, ചിത്താകാശം, ചിതാകാശം, ഇതാണ് മൂന്നാകാശങ്ങൾ. നമ്മുടെ ജാഗ്രതയിൽ അനുഭവപ്പെടുന്നതിനെയാണ് ഭൂതാകാശം എന്ന് പറയുന്നത്. ചിത്താകാശമോ സ്വപ്നത്തിലുള്ളതാണ്, സമാധിയിൽ അനുഭവപ്പെടുന്നതാണ് ചിതാകാശം. അപ്പൊ സുഷുപ്തിൽ അനുഭവിക്കുന്നതല്ല ദഹരാകാശം. സുഷുപ്തി മൂഢാവസ്ഥയാണ്. അപ്പൊ ചിതാകാശത്തിലാണ് ചിത്താകാശം സ്ഥിതി ചെയ്യുന്നത്. ചിത്താകാശത്തിലോ ഭൂതാകാശവും നിലകൊള്ളുന്നു. ഇവ ഒന്നിനൊന്ന് വ്യാപക ശക്തി കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ ചിതാകാശമാണ് എല്ലാറ്റിനും പരമകാരണമായിട്ടിരിക്കുന്നത്. ചലനമില്ലാത്തതാണ് ചിതാകാശം. അതാണ് രാമഹൃദയം, അതാണ് രാമതത്വം.
ചലനക്ഷമതയുള്ളതാണ് ചിത്താകാശവും ഭൂതാകാശവും. അതാണ് സീത, സീതാഹൃദയം, സീതാതത്വം. അപ്പോഴോ ഭൂതാകാശം വായുവായിട്ട് പരിണമിക്കുന്നു. വായുവിൽ നിന്നും അഗ്നി ഉണ്ടാകുന്നു, അഗ്നിയിൽ നിന്നും ജലമുണ്ടാകുന്നു, ജലത്തിൽ നിന്നും ഭൂമിയും ഉണ്ടാകുന്നു. ഇവ ചലനം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വൃത്തിരൂപമാണ് ഈ പദാർത്ഥങ്ങളായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവ എല്ലാം. ഇവയെല്ലാം അടങ്ങുമ്പോഴാണ് നാം ചിദാകാശത്തിൽ എത്തിച്ചേരുന്നത്. അപ്പൊ വൃത്തികളെല്ലാം നിരോധിക്കപ്പെടുമ്പോൾ ബഹിരാകാശത്തിലാണ് നമ്മൾ. അപ്പൊ പരമകാരണമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ചിദാകാശം എന്ന് വെച്ചാൽ രാമഹൃദയം. അതാണ് എല്ലാതിനെയും പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ചിദാകാശത്തെ പ്രകാശിപ്പിക്കുവാൻ യാതൊന്നിനും സാധ്യമല്ല. കലർപ്പില്ലാത്ത ബോധമാണ് ചിദാകാശം. അവകാശം കൊടുക്കുന്നതാണ് ചിദാകാശം. നിരവികൽപ്പ അവസ്ഥയിലെ അനുഭവമാണ് ബഹിരാകാശം. എല്ലാം എന്നും ഒന്ന് തന്നെ എന്ന ബോധം ഉണ്ടാകണം. അതാണ് അദ്വൈതാനുഭൂതി. ആ അദ്വൈത അവസ്ഥയാണ് ചിദാകാശം. അതാണ് രാമഹൃദയം. അപ്പൊ സത്യത്തിൽ വാസ്തവത്തിൽ എന്തിനെയാണ് നമ്മൾ ഈ രാമഹൃദയത്തെയും രാമായണത്തെയും ഇവിടെ വിശദീകരിച്ചത്? തന്നിലുള്ള രാമനെ, രാമനെന്ന് വെച്ചാൽ ആനന്ദം, നിശ്ചലമായ ആനന്ദം, അതിനെ കണ്ടെത്തുവാനുള്ള സാധനയാണ്. അപ്പൊ നമ്മുടെ ഈ ഭാഗവത ധ്യാനത്തിലൂടെ നമുക്കറിയുവാൻ കഴിഞ്ഞിരിക്കുന്ന രാമായണത്തിലെ തത്വങ്ങൾ നമ്മൾ എപ്പോഴും വിചാരം ചെയ്തറിയുക തന്നെ ചെയ്യണം. എത്ര വേണമെങ്കിലും നമുക്കിത് വിശദീകരിച്ചു പറയാം. ഈ സാഹചര്യത്തിൽ ഇതിനെ സംക്ഷിപ്തമായിട്ട് വെളിപ്പെടുത്തുവാൻ സാധിച്ചത് പരമകാരുണികമായിരിക്കുന്ന ആ ഈശ്വരീയമായ ശക്തിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് ഇപ്പോ ഈ 9ാമത്തെ സ്കന്ധത്തില് നമ്മൾ രാമചരിതത്തിലൂടെ എന്താണ് സൂര്യവംശത്തിന്റെ ആ കഥകളെ പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നമുക്ക് ചന്ദ്രവംശത്തിലെ രാജാക്കന്മാരുടെ കഥകളെ കുറിച്ച് അറിയുവാൻ ശ്രമിക്കാം.